بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. بيان فضل ذكر الموت كيفما كان. മരണസ്മരണയുടെ ശ്രേഷ്ഠത. ഏതവസ്ഥയിലാണെങ്കിലും മരണത്തിനെ ഓർക്കൽ ശ്രേഷ്ഠമാണ്. അതിനെക്കുറിച്ചുള്ള വിശദീകരണം. അതിനെ സംബന്ധിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും മഹാന്മാരുടെ അസറുകളുമെല്ലാമാണ് ഇതിൽ പറയുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് അരുളി, അക്സിറു മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്. അക്സിറു, നിങ്ങൾ വർദ്ധിപ്പിക്കിൻ, മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്, രസങ്ങളെ മുറിച്ചു കളയുന്നതിൻ്റെ സ്മരണയെ നിങ്ങൾ വർദ്ധിപ്പിക്കും. രസങ്ങളെല്ലാം മുറിച്ചു കളയുന്നതിൻ്റെ മരണങ്ങൾ എന്ന സ്മരണയെ, രസങ്ങളെല്ലാം മുറിച്ചു കളയുന്ന ഒരു പ്രതിഭാസമുണ്ട്, അതിൻ്റെ സ്മരണയെ നിങ്ങൾ വർദ്ധിപ്പിക്കും. അതിൻ്റെ അവസാനത്തിൽ അൽ മൗത്ത് എന്നും കൂടെ പറയുന്നുണ്ട്, മരണസ്മരണയെ നിങ്ങൾ വർദ്ധിപ്പിക്കും. അപ്പോൾ മഹാനാഹുവിൻ്റെ അർത്ഥം, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, നഖിസു, നിങ്ങൾ വിഷമകരമാക്കുവിൻ, ബിദിക്രിഹി, മരണത്തിനെ ഓർക്കൽ കൊണ്ട്, അല്ലദാത്ത്, രസങ്ങളെയല്ല. രസങ്ങൾ കൂടുന്നതനുസരിച്ച് ആഖിറത്തില് രക്ഷപ്പെടൽ ബുദ്ധിമുട്ടായി തീരും. അതുകൊണ്ട് രസങ്ങൾ കൂടണ്ട, രസങ്ങളെ വിഷമകരമാക്കുവിൻ നിങ്ങൾ. ഹത്താ യൻഖത്തിഅ റുകൂനുക്കും, നിങ്ങളുടെ ചായ്വ് മുറിഞ്ഞു പോകാൻ വേണ്ടി, ഇലിഹ, രസങ്ങളിലേക്ക്, രസങ്ങളിലേക്കുള്ള നിങ്ങളുടെ ചായ്വ്, നിങ്ങളുടെ അതിലേക്കുള്ള ആകർഷണം, അത് മുറിഞ്ഞു പോകാൻ വേണ്ടി രസങ്ങളിലേക്ക് ചായുക, അതിനെ ആസ്വദിക്കുക. അങ്ങനെ ഫതുഖ്ബിലു അലല്ലാഹി, നിങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ മുന്നിടാൻ വേണ്ടി രസങ്ങളൊക്കെ മുറിച്ചിട്ട് അള്ളാഹുവിലേക്ക് മുന്നിടുക. അതിന് രസങ്ങളെ മുറിക്കുന്ന ആ മരണത്തിനെ നിങ്ങൾ കൂടുതലായി ഓർക്കുക. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗ തഅലമുൽ ബഹായിമു മിനൽ മൗതി, ലൗ തഅലമുൽ ബഹായിമു, മൃഗങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, മിനൽ മൗതി, മരണത്തിനാൽ, മാ യഅലമു ഇബ്നു ആദം, ഇബ്നു ആദം അറിയുന്ന ഒന്നിനെ, മരണത്തിനെ കുറിച്ച് ഇബ്നു ആദം, മനുഷ്യനറിയാവുന്ന അവസ്ഥ, ഭയാനകമായ അവസ്ഥ, അത് മൃഗം അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ അക്കൽതു മിന്ന, നിങ്ങൾ അതിൽ നിന്ന് തിന്നുമായിരുന്നില്ല, സമീനൻ, ഒരു കൊഴുപ്പിനെയും. അഥവാ മൃഗങ്ങൾക്ക് നിങ്ങളെപ്പോലെ മരണത്തിന്റെ ഹക്കീക്കത്ത് അറിയാമായിരുന്നുവെങ്കിൽ, ഒരു മൃഗത്തിനും ശരീരത്തിലും മാംസം ഉണ്ടാവില്ല, എല്ലാം പിന്നെ ഇത് ശരീരത്തിൽ നിന്നും മെലിഞ്ഞ് മെലിഞ്ഞ് മരണത്തിന്റെ ഓർമ്മ വെച്ചിട്ട് ഉരുകി ഉരുകി അവസാനം ഒന്നും ഉണ്ടാവില്ല ശരീരത്തിൽ, മനുഷ്യന് തിന്നാൻ പറ്റിയതൊന്നും ഉണ്ടാവില്ല, ആ രൂപത്തിലാകുമായിരുന്നു. മൃഗങ്ങളുടെ ആ അവരുടെ അവസ്ഥ പോലും മനുഷ്യനില്ല എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. മനുഷ്യൻ മരണത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അതിന്റെ യാഥാർത്ഥ്യം അവൻ അറിയാവുന്നതോടുകൂടെ. വക്കാലത്ത് ആയിഷത്ത് റളിയല്ലാഹു അൻഹ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അവര് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹൽ യുഹ്ശറു മഅ ശുഹദാഇ അഹദുൻ, രക്തസാക്ഷികളോടൊപ്പം ആരെങ്കിലും നാളെ മഹ്ശറിൽ ഹാജരാക്കപ്പെടുമോ? രക്തസാക്ഷികളോടൊപ്പം ഹാജരാക്കപ്പെടുമോ? അല്ലാഹു നമ്മളെ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖാല, അവിടുന്ന് അരുളി, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നഅം, അതെ, മൻ യദ്കുറുൽ മൗത ഫിൽ യൗമി വൽ ലൈലത്തി 20 മറത്തൻ, ഓരോ ദിനരാത്രിയിലും 20 പ്രാവശ്യം അള്ളാഹുവിനെ ഓർക്കുന്നവൻ, മരണത്തിനെ ഓർക്കുന്നവൻ, അങ്ങനെ മരണത്തിനെ ഓർക്കുന്നവൻ, അവനെ രക്തസാക്ഷികളോടൊപ്പം ഹാജരാക്കപ്പെടും. ഓരോ ദിനരാത്രങ്ങളിലും 20 പ്രാവശ്യത്തിലധികം മരണത്തിനെ ഓർക്കുന്നവൻ. ഇന്നമാ സബബു ഹാദിഹിൽ ഫളീല, ഈ ശ്രേഷ്ഠതയുടെ കാരണം, ഫളീലത്തി കുല്ലിയായി, മുഴുവൻ ശ്രേഷ്ഠതകളുടെയും കാരണം, അന്ന ദിക്റൽ മൗത്തി, മരണസ്മരണ എന്ന് പറയുന്നത്, യൂജിബു തജാഫിയ അൻ ദാരിൽ ഖുറൂർ, വഞ്ചനയുടെ ഭവനത്തിനെ തൊട്ടുള്ള അകൽച്ചയെ അത് നിർബന്ധമാക്കും. തേടും അല്ലിസ്തിഅദാദലിൽ ആഖിറ, ആഖിറത്തിലേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനെ അത് തേടും. വൽഗഫ്ലത്തു അനിൽ മൗത്തി, മരണത്തിനെ തൊട്ട് അശ്രദ്ധനാകുക എന്നുള്ളത്, തദ്ഉ ഇലൽ ഇൻഹിമാകി ഫീ ശഹവാത്തി ദുനിയ,
ദുന്യവിയായ ഇച്ഛകളിൽ രമിക്കുക, ആ രമിക്കുന്നതിലേക്ക് മനുഷ്യനെ തേടും. ദുന്യവിയായ ഇച്ഛകളിൽ കിടന്ന് കുഴഞ്ഞു മറിയുക, അതിൽ രമിക്കുക. അതാണ് മരണസ്മരണത്തിലുള്ള അശ്രദ്ധ കൊണ്ടുണ്ടാകുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുഹ്ഫത്തുൽ മുഅ്മിനി അൽ മൗതു. ഒരു മുഅ്മിനിനുള്ള സമ്മാനമാണ് മരണം. മരണം നേരത്തെ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. മഹാന്മാരെ, നമ്മൾ സ്നേഹിക്കുന്നവരെ, നമ്മൾ ആദരിക്കുന്ന കഴിഞ്ഞു പോയവരെ കണ്ടുമുട്ടാനുള്ള ഒരു മാധ്യമമാണ് മരണം എന്ന് പറയുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി, സഹാബാക്കളുമായി, മഹാന്മാരുമായി എല്ലാം കണ്ടുമുട്ടാനുള്ള മാധ്യമമാണ്. അപ്പൊ അത് എന്തുകൊണ്ടും തുഹ്ഫയാണ്. നമുക്ക് വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോയി, അവരെ കാണണമെങ്കിൽ നമ്മളും മരിക്കണം. അപ്പൊ മരണം തുഹ്ഫയാണ്. മരണം ഒരു തുഹ്ഫയാണ്. ഒരു മഹാനായ പണ്ഡിതനുണ്ടായിരുന്നു, ബാംഗ്ലൂരുകാരൻ, ആഷിം ഖുറൈശി മൗലാന എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം 3/4 മണിക്കൂർ അദ്ദേഹം പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിൽ മൊത്തം മരണത്തിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. മരണം അത് ഖന്തറത്തുൽ മുഅ്മിൻ, മുഅ്മിന് ഒരു പാലമാണ്. അതിലൂടെ കടന്നെങ്കിൽ മാത്രമേ അവനെ എത്തേണ്ടടുത്ത് എത്താൻ പറ്റുള്ളൂ, കാണേണ്ടവരെ കാണാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ ആ പ്രസംഗം കഴിഞ്ഞ് കൃത്യം 3/4 മണിക്കൂറായപ്പോൾ ആ മനുഷ്യൻ മരിച്ചു. അല്ലാഹു അദ്ദേഹത്തിന്റെ ദർജാത്തിൽ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അപ്പൊ മരണം എന്ന് പറയുന്നത് മുഅ്മിനിന്റെ തുഹ്ഫയാണ്, സമ്മാനമാണ്. മുഅ്മിനിന് അള്ളാഹു നൽകുന്ന സമ്മാനമാണ് മരണം, അല്ലാണ്ട് അപകടമല്ല മരണം. ഇന്നമാ ഖാല ഹാദാ, ഇങ്ങനെ നബിതങ്ങൾ പറയാൻ കാരണം ലിഅന്ന ദുനിയാ സിജ്നുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ജയിലാണ് ദുനിയാവ് എന്ന് പറയുന്നത്. ഇത് കാരണം ലാ യസാലു ഫിയാ, ദുനിയാവിൽ അവൻ ആയിക്കൊണ്ടേയിരിക്കും, ഫി അനാഇൻ, കഷ്ടപ്പാടില്. എന്താ കഷ്ടപ്പാട്? കഷ്ടത. മിൻ മുഖാസാത്തി നഫ്സ്, അവന്റെ നഫ്സ് വിഷമത്തിലാകുന്നതിനാൽ കടിച്ചിറക്കുക, വിഷമങ്ങളെ കടിച്ചിറക്കുക. വരിയാദത്തി ഷഹവാത്തിഹി, അവന്റെ ഇച്ഛകളെ അവൻ പടപൊരുതുന്നതിനാലും, മുദാഫഅത്തി ശൈത്താനിഹി, അവന്റെ പിശാചിനോട് അവൻ പ്രതിരോധിച്ചു നിൽക്കുന്നതിനാലും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദുന്യാവിലുണ്ട്. അതുകൊണ്ട് ദുന്യാവിന്റെ സിജ്നാണ്, മുഅ്മിനിന്റെ സിജ്നാണ് ദുന്യാവ് എന്ന് പറയുന്നത്. ഫൽ മൗതു ഇത്ലാഖുൽ, മരണം അവനെ സ്വതന്ത്രമാക്കലാണ്. മിൻ ഹാദൽ അദാബി, ഈ പറഞ്ഞ ഇടപാടിൽ നിന്നെല്ലാം, അദാബിൽ നിന്നെല്ലാം മനുഷ്യനെ മരണം സ്വതന്ത്രമാക്കും. വല്ലിത്തിലാക്കു, സ്വതന്ത്രമാക്കുക എന്നുള്ളത് തുഹ്ഫത്തുൻ ഫി ഹഖ്, അവന്റെ ഹക്കിൽ അത് തുഹ്ഫയാണല്ലോ, സമ്മാനമാണല്ലോ. പാരതന്ത്ര്യം ശിക്ഷയാകുമ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തുഹ്ഫയാണ്, സമ്മാനമാണ്. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മൗതു കഫാറത്തുൻ ലികുല്ലി മുസ്ലിമിൻ, മരണം ഓരോ മുസ്ലിമിനും കഫാറയാണ്, പ്രായശ്ചിത്തമാണ്. വഅറാദ ബിഹാദ, ഇതുകൊണ്ട് അവിടുന്ന് ഉദ്ദേശിച്ചു അൽ മുസ്ലിമു ഹക്കൻ, യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ അൽ മുഅ്മിനു സിദ്ഖൻ, സത്യസന്ധമായ മുഅ്മിനാണ്. സത്യസന്ധനായ മുഅ്മിൻ, കാപഢ്യമില്ലാത്ത മുഅ്മിൻ, നിഫാക്ക് കലരാത്ത മുഅ്മിൻ, അവനാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എങ്ങനത്തെ മുസ്ലിം? യസ്ലിമുൽ മുസ്ലിമൂന, എങ്ങനത്തെ മുഅ്മിൻ? മറ്റ് മുസ്ലിമീങ്ങൾ രക്ഷപ്പെടും. മിൻ ലിസാനിഹി വയദി, അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും മറ്റു മുസ്ലിമുകൾ രക്ഷപ്പെടും. അങ്ങനെയുള്ള യഥാർത്ഥ മുസ്ലിം ആരാണ്? സത്യസന്ധനായ മുഅ്മിനാണ്. വയതഹഖഖു ഫീഹി, അവനിൽ ഉറപ്പാവുകയും ചെയ്യും അഖ്ലാഖുൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ സ്വഭാവങ്ങൾ. വലം യതദന്നസ്, അവൻ അഴുക്കുപുരണ്ടവനാവുകയില്ല. മിനൽ മആസി, പാപങ്ങളാൽ. ഇല്ലാ ബിൽ ലമമി വസ്സഗായിരി, ലമം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ തെറ്റുകൾക്കാണ് ലമം എന്ന് പറയുന്നത്. അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ ഇല്ലൽ ലമം എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് സഗായിർ. സഗീറത്തുകൾ കൊണ്ടല്ലാണ്ട് അവൻ അഴുക്കുപുരണ്ടവനാവുകയില്ല. അവന്റെ ജീവിതത്തിൽ പാപപങ്കിലമാകുന്നത് ചെറിയ പാപങ്ങളായിരിക്കും. അപ്പൊ ഫൽമൗത്തു യുതഹിറുഹു, മരണം അവനെ ശുദ്ധീകരിക്കും. മിന്ന, ആ പാപങ്ങളിൽ നിന്നും. വയുകഫിറുഹ, അതിന് പ്രായശ്ചിത്തമാവുകയും ചെയ്യും. ബഅദ ജിത്നാബിഹി, അവൻ വെടിഞ്ഞതിന് ശേഷം അൽ കബായിറ, വൻപാപങ്ങളെ വെടിയുക. വൻപാപങ്ങളെ വെടിഞ്ഞതിന് ശേഷം ഇഖാമത്തിഹിൽ ഫറായിദ, അവൻ ഫർളുകളെ നിലനിർത്തിയതിനു ശേഷവും. ഫർളുകളെ നിലനിർത്തുന്നു, വൻപാപങ്ങളെ വെടിയുന്നുവെങ്കിൽ ഇതുപോലുള്ള ചെറിയ പാപങ്ങളൊക്കെ മരണം കാരണമായി പൊറുക്കപ്പെടും. അതുകൊണ്ടാണ് ആ വാക്ക് അവിടുന്ന് അരുളിയത്, അത് കഫാറയാണെന്ന്. ഖാല അത്താഉൽ ഖുറാസാനി, അത്താഉൽ ഖുറാസാനി പറയുകയാണ്, മറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി മജ്ലിസിൻ, ഒരു മജ്ലിസിന്റെ അടുക്കലൂടെ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയി. ഖദുസ്തുഖലിയ ഫീഹി, അവിടെ ചിരി ഉയർന്നു കേൾക്കുന്നു. ചിരി,
വക്കാല അവിടുന്ന് അരുളി ഷവ്വിബു മജ്ലിസക്കും, നിങ്ങളുടെ മജ്ലിസിനെ നിങ്ങൾ കലർത്തിൻ ബിദിക്രി മുഖദ്ദരിൽ ലദ്ദാത്തി, രസങ്ങൾക്ക് പിന്നെ കലർപ്പുണ്ടാക്കുന്ന കാര്യങ്ങളോട് കൊണ്ട് നിങ്ങളുടെ മജ്ലിസിനെ നിങ്ങൾ കലർത്തിൻ. ഷവ്വിബു മജ്ലിസക്കും, നിങ്ങളുടെ മജ്ലിസിനെ നിങ്ങൾ കലർത്തിൻ ബിദിക്രി മുഖദ്ദിരിൽ ലദ്ദാത്തി, രസങ്ങളെ പിന്നെ എന്താണ് പറയുക, രസങ്ങൾക്ക് കലർപ്പുണ്ടാക്കുക, അതായത് രസങ്ങൾക്ക് മോടി പിടിപ്പിക്കുന്നതിന് പകരം അതില് പിന്നെ കലക്കലുണ്ടാക്കുക, അങ്ങനെയുള്ള വിഷയത്തിൻ്റെ ദിക്റ് കൊണ്ട് നിങ്ങളുടെ മജ്ലിസിനെ നിങ്ങൾ ഷവ്വിബു, നിങ്ങൾ കലർത്തുവിൻ. ഷൗബ് എന്ന് പറഞ്ഞാലും അത് തന്നെയാ, കലർത്തുക എന്നാണ് അർത്ഥം. ഖദർ കൊണ്ട് ഉദ്ദേശിക്കുന്ന വ്യത്യാസം മറ്റു രണ്ടാണ്. മജ്ലിസിനെ നിങ്ങൾ മരണസ്മരണയോട് കലർത്തുവിൻ എന്ന് പറഞ്ഞാൽ മജ്ലിസിലെല്ലാം മരണസ്മരണ ഉണ്ടാകണം. ആ മരണത്തിനെ കുറിച്ചാണ് മുഖദ്ദിറുൽ ലദ്ദാത്ത് എന്ന് പറയുന്നത്. രസങ്ങൾക്ക് കലർപ്പുണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള സ്മരണ. രസത്തിന് കലർപ്പുണ്ടായി കഴിഞ്ഞാൽ ഒരു രുചികരമായ ഒരു ഭക്ഷണം, അതിനൽപ്പം ഉപ്പില്ല, രസം മുറിഞ്ഞു, ഖദറായി പോയി. ഉദാഹരണം പറഞ്ഞതാണ്. നല്ല മധുരം ഉണ്ടാവേണ്ട ഒരു സാധനം, അതിന് മധുരമില്ല, അത് കലർപ്പുള്ളതായി പോയി. അങ്ങനെയുള്ള ആ കലർപ്പുണ്ടാക്കുന്ന വസ്തുവിന്റെ ദിക്റ്, ആ ദിക്റ് കൊണ്ട് നിങ്ങളുടെ മജ്ലിസിനെ നിങ്ങൾ കലർത്തുവിൻ. ഷവ്വിബു. ആലു സഹാബത്ത് ചോദിച്ചു, ഒമാ മുഖദ്ദിറുൽ ലദ്ദാത്ത്, രസങ്ങളെല്ലാം കലർപ്പുണ്ടാക്കുന്ന വസ്തു എന്താണ്? കാല അവിടുന്ന് അരുളി അൽ മൗത്ത്, മരണമാണ്. മരണം രസത്തിനെല്ലാം മുറിക്കുന്ന, അതിൽ കലർപ്പുണ്ടാക്കുന്ന കാര്യമാണ്. അതിന്റെ സ്മരണ വെച്ചിട്ട് മജ്ലിസുകളെ കലർത്തുക. മജ്ലിസിൽ പലജാതി സ്മരണകൾ ഉണ്ടാവുമല്ലോ, അതിനോടൊപ്പം മരണസ്മരണയും ഉണ്ടാവണം. വഖാല അനസുൻ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സറു മിൻ ദിക്രിൽ മൗതി, നിങ്ങൾ മരണസ്മരണയെ വർദ്ധിപ്പിക്കും. കാരണം ഫഇന്നഹു, അത് യുമഹിസു ദുനൂബ, പാപങ്ങളെ അത് പൊറുപ്പിക്കും. വയുസഹിദു ഫി ദുനിയ, ദുനിയാവിൽ മനുഷ്യനെ അത് സാഹിദാക്കും, വിരക്തനാക്കും മരണസ്മരണ. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഫാ ബിൽ മൗതി മുഫർരിഖ, മൗത്ത് മതി മുഫർരിഖിനാൽ. മുഫർരിഖ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം വിട്ടുപിരിക്കുന്നതിനാൽ, കാര്യങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കുന്ന കാര്യങ്ങളെ വിട്ടുപിരിക്കുന്നതാണ് മരണം എന്ന് പറയുന്നത്. മനുഷ്യൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അവൻ നിന്ന് വിട്ടുപിരിഞ്ഞു പോകും. വഖാല അലൈഹിസ്സലാം കഫാ ബിൽ മൗതി വാഇദ, മരണം മതി വാഇദിനാൽ, ഉപദേശകനായി മരണം മതി. മരണത്തിനെ പറ്റി ചിന്തിച്ചാൽ വേറൊരു ഉപദേശിയുടെ ആവശ്യമില്ല. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പിന്നെ തന്റെ ജോലി തിരക്കിനിടയിൽ നീ മരിക്കും ഉമറെ എന്ന് പറയാൻ വേണ്ടി ഒരാൾക്ക് ശമ്പളം കൊടുത്ത് നിർത്തിയിരുന്നു. അയാൾ എന്നും രാവിലെ വന്നിട്ട് പറയും, ഉമറെ നിങ്ങൾ മരിക്കുമെന്ന്. അമീറുൽ മുഅ്മിനീൻ എന്നല്ല, ഉമറെ. അങ്ങനെ ഒരു പ്രാവശ്യം അദ്ദേഹം കണ്ണാടി നോക്കിയപ്പോൾ മുഖത്ത് ദാടി നരച്ചതായി കണ്ടു. അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞ ജോലിക്ക് വേണ്ടി ഏൽപ്പിച്ച ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോ, എനിക്ക് വേറെ ആൾ അല്ലാഹ് തന്നിട്ടുണ്ടെന്ന്. അതെന്താണ്? നര വന്നപ്പോൾ മനസ്സിലായി പാസ്പോർട്ട് വിസ എത്താനുള്ള സമയമായി വരികയാണെന്ന്. കഫാ ബിൽ മൗതി വാഇദ. ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് പുറപ്പെട്ടു. ഇത് അന്നേരത്തെ ഒരു കൗമ യതഹദ്ദസൂന, അവരിങ്ങനെ സംസാരിച്ചു വയദഹകൂന, ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വഖാല അവിടുന്ന് അരുളി ഉദ്കുറുൽ മൗത, മരണത്തിനെ നിങ്ങൾ ഓർക്കിൻ. അമാ അറിയുക, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ഏതൊരു അള്ളാഹുവിന്റെ കയ്യിലാണോ, അള്ളാഹിനെ തന്നെ സത്യം, ലൗ തഅലമൂന മാ അലമു, നിങ്ങൾ അറിയുന്ന കാര്യം, ഞാൻ അറിയുന്ന കാര്യം നിങ്ങൾ അഥവാ അറിഞ്ഞിരുന്നെങ്കിൽ ലളഹഖ്തും, നിങ്ങൾ ചിരിക്കുമായിരുന്നു. ഖലീലൻ, വളരെ കുറഞ്ഞ നിലയിൽ. വല ബക്കൈത്ത്, നിങ്ങൾ കരയുമായിരുന്നു. കസീറൻ, ധാരാളമായ നിലയിൽ. ഇസ്ലാമിന്റെ അധ്യാപനം അങ്ങനെയാണ്. ചിരിയെ വർദ്ധിപ്പിക്കാന്നല്ല, അള്ളാഹുവിനെ ഓർത്ത് കരയുക എന്നുള്ളതാണ്. ഇന്നിപ്പോ പറയുന്നത് ചിരിയാണ് മനുഷ്യന്റെ ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്നതെന്നാണ്. മനുഷ്യന്റെ ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്ന അള്ളാഹുവിനോടുള്ള മനുഷ്യന്റെ ബന്ധമാണ്. അത് ഉണ്ടാകാനുള്ള വഴി എന്താ? ചിരി കുറയ്ക്കുക, കരച്ചിൽ കൂട്ടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ, ഒരാളെ കുറിച്ച് അള്ളാഹു റസൂലിന്റെ മുമ്പിൽ പറയപ്പെട്ടു. അങ്ങനെ ഫഹ്സനു സനാ, ആൾക്കാർ അയാളെ വല്ലാതെ പുകഴ്ത്തി. വഖാല, അപ്പൊ അവിടുന്ന് ചോദിച്ചു, കൈഫ ദിക്റു സാഹിബിക്കും അൽ മൗത, നിങ്ങളുടെ ഈ സാഹിബ് മരണത്തിനെ ഓർക്കുന്നത് എങ്ങനെയാണ്? മരണത്തെ പറ്റിയൊക്കെ പറയാറുണ്ടോ? അവർ പറഞ്ഞു, മാ കുന്ന തക്ക നകാദു നസ്മഉഹു, നമ്മള് അദ്ദേഹത്തിനെ കേൾക്കാൻ അടുക്കുന്നവരല്ല, അഥവാ കേട്ടിട്ടേ ഇല്ല. യദ്കുറുൽ മൗത, മരണത്തിനെ സ്മരിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. കാല അവിടുന്ന് ഫൈന സാഹിബ്, നിങ്ങളുടെ ആ സാഹിബ്
ലൈസ ഹുനാലിക, അവിടെയല്ല, ആ പദവിയിലൊന്നും ആയിട്ടില്ല. പദവിയിലേക്ക് എത്തണമെങ്കിൽ മരണസ്മരണ ഉണ്ടാവണം. വഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അതീതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് എത്തി, ആശറൽ അശ്റത്തിൻ, 10 പേരിൽ 10-ാമനായിട്ട്. ഏതോ ഒരു സംഭവം അത് എടുത്തു പറയാണ്. ആ സംഭവത്തിൽ 10-ാമത് എത്തിയത് ഞാനാണെന്ന് അർത്ഥം. ഫഖാല റജുലുൻ മിനൽ അൻസാരി, അൻസാരിൽപ്പെട്ട ഒരു മനുഷ്യൻ ചോദിച്ചു, മൻ അക്കിയസുന്നാസി, ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണ്? വ അക്രമുന്നാസി, ജനങ്ങളിൽ ഏറ്റവും മാന്യൻ ആരാണ്? യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല, അവിടുന്ന് അറിയി, ജനങ്ങളിൽ ഏറ്റവും മാന്യൻ അക്സറുഹും ദിക്റൻ ലിൽ മൗതി, മരണത്തിന്റെ സ്മരണയാൽ അവരിൽ ഏറ്റവും വർദ്ധിച്ചവനാണ്, അഥവാ മരണത്തിന്റെ സ്മരണ വർദ്ധിക്കുന്നവനാണ് ഏറ്റവും ബുദ്ധിമാൻ. വശദ്ദുഹും, ജനങ്ങളിൽ ഏറ്റവും അശദ്ദുമാണ് ഇസ്തിഅദാദ്, മരണത്തിനു വേണ്ടി തയ്യാറാകുന്നതിനാൽ, മരണത്തിനു വേണ്ടി തയ്യാറാകുന്നതിൽ കടുപ്പം കാണിക്കുന്നവർ, മരണത്തിന്റെ ഓർമ്മയെ വർദ്ധിപ്പിക്കുന്നവർ, അവരാണ് ഏറ്റവും ബുദ്ധിമാൻ. ഇലായിക, അക്കൂട്ടർ, ഹുമുൽ അക്കിയാസു, അവരാണ് ബുദ്ധിമാന്മാർ, അവരാണ് ബുദ്ധിമാന്മാർ. ദഹബു, അവർ പോയി, ബി ശറഫി ദുന്യ, ദുന്യാവിന്റെയും കറാമത്തിൽ ആഖിറ, ദുന്യാവിന്റെ ശറഫുമായും ആഖിറത്തിന്റെ കറാമത്തുമായും അവർ പോയി, അഥവാ അവര് രണ്ടും കരസ്ഥമാക്കി എന്നർത്ഥം. ദുന്യാവിന്റെ ശ്രേഷ്ഠത അവർക്ക് കിട്ടും, ആഖിറത്തിന്റെ ഉന്നതമായ മഹത്വവും അവർക്ക് ലഭിക്കുന്നതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് മറ്റു ദിവസങ്ങളിൽ, ചിലപ്പോൾ അടുത്ത ആഴ്ച കുറച്ച് ദിവസം ഒഴിവുണ്ടാവും ഇൻഷാ അല്ലാഹ്, കുറച്ച് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പാഠം എടുത്തത്. ഇൻഷാ അല്ലാഹ് സാധിക്കുമെങ്കിൽ നാളെ എടുക്കും പാഠം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.